കറിവേപ്പില പൂത്ത് നിൽക്കുന്നത് കണ്ടിട്ടുണ്ടോ? നമ്മളിൽ ചിലർക്കൊക്കെ കറിവേപ്പിലയുടെ ചെടി കാണാനുള്ള ഭാഗ്യം പോലും ഉണ്ടായിട്ടുണ്ടാവില്ല. ഷോപ്പുകളിൽ നിന്നാവും കറിവേപ്പില വാങ്ങുന്നത്. ഇങ്ങനെ കൊലകളായിട്ട് വെളുത്ത കളറിലുള്ള പൂക്കളാണ് കറിവേപ്പിലേക്ക് ഉണ്ടാകുക. പൂക്കാൻ തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെ മൊട്ടുകൾ ഉണ്ടാവുകയും പിന്നീട് അത് പൂക്കളായി മാറുകയാണ് ചെയ്യുന്നത്. ഈ പൂവുകൾ പിന്നീട് കായ്കളായി മാറും. ഈ കായകൾ നല്ല മൂപ്പെത്തിക്കഴിഞ്ഞാൽ കറുപ്പ് കളറിലേക്ക് മാറും. പുതിയ കറിവേപ്പില തൈകൾ ഉണ്ടാക്കാൻ നമുക്ക് ഈ മൂപ്പെത്തിയ കായകൾ ഉപയോഗിക്കാം. ഇങ്ങനെ കായകൾ മുളച്ചും വേരുകളിൽ നിന്നുമാണ് പുതിയ കറിവേപ്പില തൈ ഉണ്ടാകുന്നത്. ഈ രണ്ട് രീതിയിലും വളരുന്ന ചെടികൾക്ക് കുറച്ച് പ്രത്യേകതകളുണ്ട്. നല്ല രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന കറിവേപ്പില തൈ പെട്ടെന്ന് നശിച്ചു പോകാറുണ്ട്. വിത്തിൽ നിന്ന് വളരുന്ന തൈകൾക്ക് തായ്വേര് എന്ന് പറഞ്ഞൊരു പ്രധാന വേരുണ്ടാകും. ഇങ്ങനെയുള്ള ചെടികൾ കറിവേപ്പില മരം പോലെ വളർത്താൻ പറ്റിയതാണ്. ഇവയ്ക്കാണ് ആയുസ് കൂടുതലുണ്ടാവുക. വേരിൽ നിന്നുണ്ടാവുന്ന തൈകൾക്ക് ഇങ്ങനെ തായ്വേരുണ്ടാകില്ല, പകരം പടർന്നു പിടിച്ച വേരുകളാണ് ഉണ്ടാവുക. ഇങ്ങനെയുള്ള ചെടികളാണ് പെട്ടെന്ന് നശിച്ചു പോകുന്നത്. പക്ഷേ വേരുകളിൽ നിന്നുള്ള ചെടികൾ അമ്മച്ചെടിയുടെ അതേ സ്വാദും മണവും തരുമ്പോൾ വിത്തിൽ നിന്നുണ്ടാവുന്ന ചെടികൾ അതേ മണവും സ്വാദും തരണമെന്ന് ഉറപ്പില്ല.